കോഴിക്കോട് ബേപ്പൂരിൽ യുവാവിനെ SI മർദ്ദിച്ച കേസിൽ ബൈക്കിൽ മൂന്ന് പേർ യാത്ര ചെയ്തത് പോലീസ് പിടിച്ചുവെന്ന അനന്തുവിന്റെ വാദം ശരിവെക്കുന്ന ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തുവരികയാണ്. അനന്തവും 2 സുഹൃത്തുക്കളും ബൈക്കിൽ സഞ്ചരിക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തുവന്നത്. പോലീസിനെ കണ്ടയുടൻ ഒരാൾ ഇറങ്ങി ഓടുന്നതും ദൃശ്യങ്ങളിലുണ്ട്. അനന്തുവിനെ പിടിച്ചത് കഞ്ചാവ് കേസിലെന്നായിരുന്നു പോലീസിന്റെ വാദം. ഇയാൾക്കെതിരെ NDPS കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിരുന്നു. അഭിജിത്ത് മുഴക്കുന്ന വിവരങ്ങളുമായി. അഭിജിത്ത്, ഇപ്പോൾ 3 പേര് വാഹനത്തിൽ ബൈക്കിൽ പോയതായിരുന്നു. അപ്പോഴാണ് പോലീസ് പിടിച്ചത്. പിടിക്കുക മാത്രമല്ല, ഈ യുവാവിന് വലിയ മർദ്ദനം ഏൽക്കുന്ന സ്ഥിതിയുണ്ടായ ആ ദൃശ്യങ്ങളടക്കം പുറത്തു വന്നാണിപ്പോൾ. അനന്തു പറഞ്ഞത് ശരിവെക്കുന്ന ദൃശ്യങ്ങളാണോ പുറത്തു വരുന്നത്? തീർച്ചയായും സ്മൃതി, അനന്തുവിന്റെ വാദങ്ങൾ പൂർണ്ണമായും ശരിയെന്ന് തെളിയിക്കുന്നതാണ് ഈ ദൃശ്യങ്ങൾ. നേരത്തെ അനന്തുവിനെ പോലീസ് പിടികൂടിയത് കഞ്ചാവ് കേസിൽ എന്നുള്ളതായിരുന്നു പോലീസിന്റെ വാദം. പക്ഷേ ഈ ദൃശ്യങ്ങൾ പുറത്തു വരുന്നതോടുകൂടി പോലീസിന്റെ വാദങ്ങൾ ഓരോന്നായി പൊളിയുകയാണ്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം, 3 പേർ ഒരു ബൈക്കിൽ സഞ്ചരിക്കുന്നു. പോലീസിനെ കണ്ടയുടൻ സ്വാഭാവികമായും അവർ പേടിച്ച് അവിടെ വണ്ടി നിർത്തുന്നു. അതിനിടയിൽ ഒരാൾ ഇറങ്ങി ഓടുന്നത് കാണാം. തുടർന്ന് പോലീസ് അവർക്കിടെ അടുത്തേക്കെത്തി ചിലത് സംസാരിക്കുന്നു. പിന്നാലെ പോലീസ് കടന്നു പോകുന്നു. അതിനെ പിന്തുടർന്നുകൊണ്ട് ബുള്ളറ്റിൽ ഈ അനന്തു പോകുന്നതും നമുക്ക് കാണാം. ഇതിനൊക്കെ ശേഷമാണ് അനന്തു പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുന്നത്. അവിടെ വെച്ച് അനന്തുവിന് ക്രൂരമായ മർദ്ദനം ഏൽക്കേണ്ടി വരികയും ചെയ്തു. പിന്നീട് ഈ സംഭവങ്ങളൊക്കെ നടന്നതിന് ശേഷമാണ് അനന്തുവിനെതിരെ ഒരു കഞ്ചാവ് കേസ്, അതിലൊരു FIR പോലീസ് രജിസ്റ്റർ ചെയ്യുന്നത്. NDPS ആക്ട് പ്രകാരം അനന്തുവിനെതിരെ പോലീസ് FIR രജിസ്റ്റർ ചെയ്യുന്നു. അനന്തുവിന്റെ പക്കൽ നിന്ന് കഞ്ചാവ് കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ളതായിരുന്നു പോലീസിന്റെ വാദം. പക്ഷേ നിലവിലിപ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങളിൽ പരിശോധിച്ചാൽ അനന്തുവോ അനന്തുവിന്റെ സുഹൃത്തുക്കൾ ആരെങ്കിലുമോ കഞ്ചാവ് വലിക്കുന്നതായി നമുക്ക് ആ ദൃശ്യങ്ങളിൽ എവിടെയും കാണാനായി കഴിയുന്നില്ല. ഈ സംഭവം നടന്ന ദിവസം വൈകിട്ട് 6 മണിയോടടുപ്പിച്ചാണ് ഈ ഒരു ദൃശ്യങ്ങളിൽ കാണുന്ന സംഭവം ഉണ്ടായത്. അതിന് പിന്നാലെ തന്നെ അനന്തു പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെയെങ്കിൽ പോലീസ് അനന്തുവിനെ കള്ളക്കേസിൽ കുടുക്കി എന്ന ആരോപണം അവിടെ ബലപ്പെടുകയും ചെയ്യുകയാണ്. ഏതായാലും ഈ മർദ്ദിച്ചു എന്ന സംഭവത്തിൽ പ്രൊബേഷൻ SIക്കെതിരെ നിലവിൽ നടപടി വന്നിട്ടുണ്ട്. അദ്ദേഹത്തെ സ്ഥലം മാറ്റിയിട്ടുണ്ട്. കൂടാതെ തന്നെ അനന്തുവും കുടുംബവും നൽകിയ പരാതിയിൽ കൂടുതൽ പേർക്കെതിരെ കൂടി അന്വേഷണം പുരോഗമിക്കുന്നുണ്ട്. ഫറോക്ക് ACPയുടെ നേതൃത്വത്തിലാണ് ഈ അന്വേഷണം നടക്കുന്നത്. എന്ന കണ്ടെത്തലിലേക്ക് പോലീസ് എത്തുന്നുണ്ടോ? സ്മൃതി, നിലവിൽ അങ്ങനെ ഒരു പ്രതികരണം പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നില്ല. ഈ ഒരു സംഭവം നടന്നതിന് പിന്നാലെ തന്നെ ഈ അനന്തു ഉന്നയിച്ചിരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ബൈക്കിൽ സഞ്ചരിച്ചതിനാണ് പോലീസ് തങ്ങളെ തടഞ്ഞു വയ്ക്കുകയും സ്റ്റേഷനിലേക്ക് ഹാജരാകാൻ ആവശ്യപ്പെടുകയും ചെയ്തത് എന്നാണ്. പക്ഷേ നമ്മൾ പോലീസുമായി സംസാരിക്കുമ്പോൾ പോലീസ് പറഞ്ഞത് ഇവരിൽ നിന്ന് കഞ്ചാവ് കണ്ടെത്തിയിട്ടുണ്ട്, കഞ്ചാവ് ബീഡി ഇവരിൽ നിന്ന് പിടിച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെയാണ് ഇവരെ പോലീസ് സ്റ്റേഷനിൽ ഹാജരാകാൻ ആവശ്യപ്പെട്ടത് എന്നാണ്. ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വരികയാണ്. പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായ ഗുരുതരമായ വീഴ്ച എന്നുള്ളതല്ല, ബോധപൂർവം തന്നെ യുവാക്കളെ മർദ്ദിക്കുന്നു. ആ മർദ്ദനത്തിന് ശേഷം NDPS ആക്ട് ചുമത്തുകയാണ്. കഞ്ചാവ് കൈവശം വെച്ചതിനാണ് പിടിയിലായതെന്ന് മാറ്റിപ്പറയുകയാണ് പോലീസുകാരൻ ചെയ്തത്. പോലീസുകാരനെതിരെ നടപടി ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്.